Hi dear students, welcome back. ICSEയുടെ CSET എക്സാം എഴുതാൻ പോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പോവുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ICSE പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ അവർ പറയുന്നുണ്ട് നമ്മുടെ എക്സാം റിമോട്ട് പ്രൊക്യൂർ മോഡാണ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ. നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു പ്ലേസിൽ വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതണം. ആൻഡ് എക്സാം എത്ര മണിക്കൂർ ഉണ്ടാവും? 2 മണിക്കൂറാണ് എക്സാം വരുന്നത്, 120 minutes. ഓക്കെ, ആൻഡ് അതിൻ്റെ ബ്രേക്കപ്പ് തന്നിട്ടുണ്ട്. ഓരോ പാർട്ടിലും നമുക്ക് മൊത്തം 4 പാർട്ടാണ് വരുന്നത്. ഓരോ പാർട്ടിലും എത്ര ക്വസ്റ്റ്യൻസ് വീതം വരും? ആൻഡ് 35 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പാർട്ടിലും വരുന്നത്. അതിൽ തന്നെ ഓരോ പാർട്ടിലും 50 മാർക്ക് വീതം ഉണ്ടാവും. 2 മാർക്ക് ക്വസ്റ്റ്യൻസും 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും ഈ 35 മാർക്കിൽ. അങ്ങനെ 4 പാർട്ടിലും 35 വീതം ക്വസ്റ്റ്യൻസ് വന്ന് ടോട്ടലി 140 ക്വസ്റ്റ്യൻസും ഓരോ പാർട്ടിലും 50 മാർക്സ് വെച്ചിട്ട് ടോട്ടലി 200 മാർക്സുമാണ് നമുക്ക് എക്സാമിനുള്ളത്. ഓക്കെ, ആൻഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ID അവർ തന്നിട്ടുണ്ട്. CSET-online-exams@gmail.com എന്നുള്ള മെയിൽ IDയിലും അതുപോലെ http:/support.icc.edu എന്ന സൈറ്റിലും നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അതുപോലെ എക്സാമിന് മുന്നേ നമുക്ക് 2 മോക്ക് ടെസ്റ്റ് ICSE തരുന്നുണ്ട്. ഈ വരുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 8th November 2025 അതിന് മുന്നേ 4th November 2025 അതുപോലെ 6th November 2025 നമുക്ക് 2 മോക്ക് ടെസ്റ്റ് ICSE തരുന്നുണ്ട്. 2 മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് എക്സാമിനോട് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കാൻ ഈ 2 എക്സാംസും നമ്മളെ ഹെൽപ്ഫുൾ ആക്കും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ആയിട്ട് തരുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പറും കൂടി അവിടെ തന്നിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതുകൂടാതെ മെയിൻ എക്സാം എന്നാണ്? 8th November 2025 മെയിൻ എക്സാം വരുന്നത്. ആ മെയിൻ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി, ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ പറഞ്ഞ മെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെ ആണ്, ഇത് ജെനുവിൻ ആണ്, കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും പറ്റിയതാണ്, നമ്മൾ ഫ്രോഡൊന്നും കാണിക്കുന്നതല്ല എന്നവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവർ നമുക്കൊരു അവസരം കൂടെ തരും. അതാണ് 10th November 2025 ഒരു ബഫർ ടെസ്റ്റ് ഡേ തരുന്നത്. അവിടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് സെയിം ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ മെയിൽ IDയിൽ CSET-online-exams@gmail.com എന്നുള്ള മെയിൽ IDയിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവണം? നമ്മുടെ കയ്യിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ഉണ്ടാവണം. ID കാർഡിൽ തന്നെ ആധാർ കാർഡ്, ലൈസൻസ്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ID കാർഡായിട്ട് കരുതിയിരിക്കണം. അത് ഇതിൽ പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, ID കാർഡ് ഉണ്ടാവണം, ആൻഡ് പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, UID, ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് വെരിഫിക്കേഷന് വേണ്ടി കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിലെല്ലാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ICSE എക്സാം എഴുതുമ്പോൾ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആ ആപ്പിൽ കൂടെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, ACB ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ലാപ്ടോപ്പിൽ നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് അതിൽ കൂടെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ ആ സേഫ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് അവർ കൺസിഡർ ചെയ്യില്ല. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുള്ളതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടൊന്നും അവർ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച് വെക്കണം. ആൻഡ് ഓൾറെഡി അവർ പറയുന്നുണ്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഒപ്പം സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്പ് ഉണ്ടായിരിക്കണം. ഡെസ്ക്ടോപ്പിന് ആവശ്യത്തിന് ബാക്കപ്പ് ഒക്കെ വേണം. ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. മോക്ക് ടെസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് നോട്ട് ടു അൺഇൻസ്റ്റാൾ ACB ലൈറ്റ് അപ് ടിൽ കംപ്ലീഷൻ ഓഫ് CSET എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു ലോഗിൻ ടെസ്റ്റ് പോർട്ടൽ 30 minutes before the time specified for the commencement of the test. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് 30 മിനിറ്റ് മുമ്പ് നമ്മൾ ലോഗിൻ ചെയ്യണം. ഓക്കെ, ലോഗിൻ ചെയ്ത് വെക്കുക. 30 മിനിറ്റ് മുമ്പേ ലോഗിൻ ചെയ്ത് വെക്കുക. ഈ ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഒരിക്കലും അവരതിലേക്ക് വീണ്ടും അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വെച്ചോണേ. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഓടി റഷായിട്ടൊക്കെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എക്സാം എങ്ങനെയായിരിക്കും? ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് MCQ ക്വസ്റ്റ്യൻസ് കാണിക്കുക.
ആൻഡ് അവിടെ പറയുന്നുണ്ട് മിനിമം 40% ഈച്ച് പേപ്പറിൽ നമ്മൾ മേടിച്ചിരിക്കണം. 40% ഈച്ച് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, പേപ്പർ 3 ആൻഡ് പേപ്പർ 4 ഉണ്ട്. ഓരോ പേപ്പറിലും സെപ്പറേറ്റ്ലി മിനിമം 40% വേണം. ആൻഡ് അഗ്രഗേറ്റ് ഫുള്ളി നോക്കുമ്പോൾ 50% എബോവും നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. എന്നാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇതിലില്ല. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഈസി ആയിട്ട് പാസ്സാവാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പാർട്ടിലും മിനിമം 40% എങ്കിലും സ്കോർ ചെയ്തിരിക്കണം. ആൻഡ് അഗ്രിഗേറ്റ് നോക്കുമ്പോൾ മിനിമം 50% എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി CCT എക്സാമിൻ്റെ സമയത്തുണ്ടല്ലോ നമുക്ക് വേറെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഹെഡ്ഫോണ്, കാൽക്കുലേറ്റർ, ഈ വക സാധനങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. കൂടാതെ അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ID കാർഡ്, ഈ വക അതായത് ടെക്നിക്കലി പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കരുതെന്നാണ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ വയലേഷൻ അവരെന്ത് ചെയ്യും, എക്സാം ക്യാൻസലേഷനൊക്കെ ഇതുപോലെ എന്തെങ്കിലും അടുത്ത് കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സാം വയലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എക്സാം ക്യാൻസൽ ചെയ്യാനൊക്കെ അത് കാരണമാകും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് വിൻഡോസ് 10 അതിൻ്റെ എബോവ് ആയിരിക്കണം, അതിന് താഴെ പോകാൻ പാടില്ല. അതുപോലെ പ്രൊസസ്സർ അത് ഇൻറ്റൽ കോർ i5 ആയിരിക്കണം, അതിന് താഴെ പോകാൻ പാടില്ല. റാം അത് 8 GB അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കണം. പിന്നെ മെയിൻലി നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസർ വേണം യൂസ് ചെയ്യാൻ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസറിൻ്റെ വേർഷൻ വേണം. ഗൂഗിൾ എഡ്ജാണ് നമ്മൾ വേണ്ടത് കേട്ടോ. എഡ്ജ് ബ്രൗസറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതൊക്കെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് സെറ്റായിട്ട് വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടി. അങ്ങനെ അല്ലാതെ ചെയ്യുന്ന കേസസിൽ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എഡ്ജ് ബ്രൗസറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മെയിൻലി ഇതാണ്. ഫസ്റ്റിൽ ഈ റിമോട്ട് പ്രൊക്യൂർഡ് മോഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ലോഗിൻ ക്രെഡീഷ്യൽസ് ഫോർ കാൻഡിഡേറ്റ് വിൽ ബി സെൻഡ് ത്രൂ ഇമെയിൽ ആൻഡ് SMS ബിഫോർ എക്സാമിനേഷൻ. ലോഗിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അയച്ചു തരും അല്ലേ. അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് സെഷൻ ദ കാൻഡിഡേറ്റ് അണ്ടർഗോ ആൻഡ് ഐഡൻറ്റിഫൈ വെരിഫിക്കേഷൻ അറ്റ് 2 ലെവൽസ്. അപ്പോൾ ഈ ലെവലിൽ 2 ലെവലാണുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ 2 ലെവലാണുള്ളത്. ലെവൽ 1 ക്യാപ്ചർ ഓഫ് ഫേഷ്യൽ ഫോട്ടോ, നമ്മുടെ ഫേഷ്യൽ ഫോട്ടോ അവർ ക്യാപ്ചർ ചെയ്യും. അത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. ലെവൽ 2 എന്ത് ചെയ്യും, വി നീഡ് ടു ഡിസ്പ്ലേ അഡ്മിറ്റ് കാർഡ് ആൻഡ് സ്റ്റുഡൻസ് ID കാർഡ്. അഡ്മിറ്റ് കാർഡും സ്റ്റുഡൻസ് ID കാർഡും വാലിഡ് പ്രൂഫ് ആയിട്ടുള്ള ID കാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുകളിൽ കുറച്ച് ID കാർഡ് ഡിസ്കസ് ചെയ്തല്ലോ, അപ്പോൾ അതിലേതെങ്കിലും ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. ഇനി അതിന് ശേഷം കാൻഡിഡേറ്റ്സ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുക, അതായത് നമ്മുടെ മുഖം വ്യക്തമായിട്ട് കാണണം. അതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഈ കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, ഈ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ഉണ്ടോ എന്ന് അവർ നോക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റസ്റ്റ് ആയിരിക്കണം, അതും മറക്കണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ ഒരാളുണ്ടാവും. അദ്ദേഹത്തിനെ പ്രൊക്ടർ എന്നാണ് വിളിക്കുക. പ്രൊക്ടർ, അദ്ദേഹം ഈ പറഞ്ഞ പ്രൊക്ടർ എന്ന് പറയുന്ന ആൾ ഈ നമ്മുടെ വാല്യുവേഷന് പോയിരിക്കുന്ന സമയത്ത് നമ്മളെ എക്സാം സെൻറ്ററിൽ വാല്യൂ ചെയ്യുന്ന പോലെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും. നമ്മുടെ ഓഡിയോയും വീഡിയോ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രോഡ് പരിപാടികളൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. സോ കയറുന്നതിന് മുന്നേ അപ്പിയർ ബട്ടൺ വരും, അതിൽ ആക്സസ് കൊടുക്കുക. എക്സാം കഴിയാതെ ക്ലോസ് വിൻഡോ ഒരിക്കലും ചെയ്യരുത്. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷ് എന്ന് അടിക്കുക. സോ എക്സാമിന് നമുക്ക് ആദ്യം അപ്പിയർ എന്ന് പറയുന്നൊരു വിൻഡോ വരും. അപ്പിയർ ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എക്സാംസ് വിൻഡോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഓൺലി 1 ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി എക്സാം വിൻഡോ അറ്റ് എ ടൈം. ഒരു ക്വസ്റ്റ്യന് ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ക്യാൻ ആൻസർ ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ആൻഡ് ക്യാൻ നാവിഗേറ്റ് between question either by clicking on previous next button or by directly clicking on the question number. ക്വസ്റ്റ്യൻ നമ്പർ കാണിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പ്രീവിയസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ഇത് ഉപയോഗിച്ചിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. The question number which be displayed on the paper wise summary panel available on the left side of the exam window. എക്സാം വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ കാണാൻ പറ്റും. ഏത് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് എഴുതേണ്ടത് ആ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ വരും. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകണമെങ്കിൽ പ്രീവിയസും നെക്സ്റ്റും അവിടെ ഉണ്ടാവും. ആൻഡ് എവറി പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർഡ് ബൈ ദ കാൻഡിഡേറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ഗ്രീൻ കളർ.
അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാനലിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ഗ്രീൻ കളറിലും, അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ റെഡ് കളറിലും, നമ്മളിനി അറ്റൻഡ് ചെയ്ത് ബുക്ക് മാർക്ക് ചെയ്ത് വിട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ ബ്ലൂ കളറിലും കാണാൻ പറ്റും. എക്സാം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡണ്ണ് കൊടുക്കണം എക്സാം കഴിയുമ്പോൾ നമ്മൾ കേട്ടോ. ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ആൻഡ് ഫിനിഷ് ബട്ടൺ അതിന് ശേഷം വരും. ഇതിനെല്ലാം ശേഷം ഫിനിഷ് കൊടുക്കുന്നതിന് മുന്നേ ഇൻ കേസ് എനി കാൻഡിഡേറ്റ് റോങ്ലി ക്ലിക്സ് ഇൻ ഡൺ, റോങ്ലി നമ്മൾ ഡണ്ണിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ വാർണിംഗ് സ്ക്രീൻ കാണിക്കും. വാർണിംഗ് 1ഉം വാർണിംഗ് 2ഉം വാർണിംഗ് 3ഉം കാണിച്ചതിന് ശേഷമേ ഫിനിഷ് ബട്ടൺ വരുള്ളൂ. അപ്പോൾ ഈ വാർണിംഗ് സൈൻ കാണിക്കുമ്പോൾ നമ്മൾ ഓർത്തണം, നമ്മൾ അറിയാതെ എങ്ങാനും ക്ലിക്ക് ചെയ്ത് പോയതാണെങ്കിൽ തിരിച്ചു പോകണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരണം. ആൻഡ് കാൻഡിഡേറ്റ്സ് വിൽ റിമെയിൻ കോഷ്യസ് വൈൽ ക്ലിക്കിംഗ് ഫിനിഷ് ബട്ടൺ ആൻഡ് വാർണിംഗ്സിലും ഈ പറഞ്ഞ ഫിനിഷിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ കോഷ്യസ് ആയിട്ട് ഇരിക്കുക. അബദ്ധമൊന്നും പറ്റിയതല്ല, അവിടെ എത്തിയിട്ടാണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ദി എക്സാം ഇറ്റ് ഷാൽ ബി നോട്ട് റീസ്റ്റാർട്ട് ആൻഡ് ഓൾ ആൻഡ് answer marked by the candidate of the question shall be considered for the purpose of computation of the result. അപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞു, ഫിനിഷ് കൊടുത്തു, എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് വീണ്ടും കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഉറപ്പ് വരുത്തുക നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വൃത്തിയായിട്ട് ചെയ്തിട്ടാണ് ഇറങ്ങി പോരുന്നതെന്ന്. ആൻഡ് എക്സാമിൻ്റെ ടൈമിങ് കഴിഞ്ഞാലും നമുക്ക് പിന്നെ കയറാൻ പറ്റില്ല. എത്ര മണിക്കൂറാണ് നമ്മുടെ എക്സാം? 120 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 hours ആണ്. അപ്പോൾ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ എക്സാം എഴുതാൻ പറ്റത്തില്ല, അവിടെ എക്സ്പയറി ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് താങ്ക് യു മെസ്സേജ് വിൽ അപ്പിയർ കൺഫേമിംഗ് ദ കംപ്ലീഷൻ, ഫിനിഷിംഗ് ആൻഡ് സബ്മിഷൻ ഓഫ് ദി എക്സാമിനേഷൻ. അപ്പോൾ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു താങ്ക് യു എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. സേഫ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, മൈക്രോസോഫ്റ്റ് എഡ്ജ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസ് പ്രോസസ്സർ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് എക്സാമിൻ്റെ ടൈമിങ്, അഡ്മിറ്റ് കാർഡ്, ബാക്കി ID കാർഡ് ഇതൊക്കെ കയ്യിൽ കരുതുക. എക്സാംസ് ഡേറ്റ് 4th നവംബറിലും 6th നവംബറിലും മോക്ക് എക്സാംസ് അത് മറക്കണ്ട. പിന്നെങ്കിൽ എന്തെങ്കിലും പറ്റിയാലും നമുക്ക് വീണ്ടും ഒരു ബഫർ ടെസ്റ്റ് ഡേ ഉണ്ട്. ടെക്നിക്കൽ കംപ്ലൈൻറ്റ് കൊണ്ടാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ CSET-online-exams@gmail.com അല്ലെങ്കിൽ http://support.icc.edu ഈ 2 സൈറ്റ് യൂസ് ചെയ്യുക. പിന്നെ സബ്ജക്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യണം? 40% എങ്കിലും വാങ്ങണം, അഗ്രിഗേറ്റ് 50% വാങ്ങണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ എക്സാം എഴുതുക. വിഷ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാംസ് ഈസി ആവട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.